Quotient law of tensor. If the inner product of a set of functions with an arbitrary vector is a tensor, then the set of functions is also a tensor. അതായത് നമുക്ക് ഏതെങ്കിലും ഒരു സെറ്റ് ഓഫ് ക്വാണ്ടിറ്റി ടെൻസർ ആണോ അല്ലേ എന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ആ ഒരു സെറ്റ് ഓഫ് ക്വാണ്ടിറ്റീനെ ഏതെങ്കിലും ഒരു ആർബിറ്ററി വെക്റ്ററുമായിട്ട് ഇന്നർ പ്രൊഡക്റ്റ് എടുക്കും. അപ്പോൾ കിട്ടുന്ന റിസൾട്ട് ഒരു ടെൻസർ ആണെങ്കിൽ നമുക്ക് പറയാം നമ്മൾ എടുത്തിരിക്കുന്ന സെറ്റ് ഓഫ് ഫംഗ്ഷനും ഒരു ടെൻസർ ആണെന്ന്. This law is useful to test whether a quantity is tensor or not by the help of inner product. We consider some relations. Kia is equal to B, Kij Aj is equal to Bi, Kij Ajk is equal to Bik, Kij Kl Aij is equal to Bkl, Kij Ak is equal to Bijk. In each expression, A and B are non-tensors. A is a arbitrary vector and also K is a unknown quantity. ഇനിയൊരു പ്രൂഫാണ്. ഇൻ പ്രൈമഡ് കോർഡിനേറ്റ് സിസ്റ്റം വി കൺസിഡർ Kij' Aj' is equal to Bi'. നമ്മുടെ സെക്കൻഡ് എക്സ്പ്രഷനാണ് യൂസ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു Aik Bk. എങ്ങനെയാണ് എഴുതുന്നത്? യൂസിങ് ദ വെക്റ്റർ ട്രാൻസ്ഫോർമേഷൻ പ്രോപ്പർട്ടീസ് ഓഫ് ബി. Aik Bk is equal to Aik Kkl Al. Now transforming A back into the primary coordinate system, we write Kij' Aj' is equal to Aik Kkl Aji Aj'. Rearrange, then Kij' minus Aik Kkl Aij into Aj' is equal to 0. Here Aj' does not equal to 0 because it is an arbitrary. Then Kij' minus Aik Aji Kkl is equal to 0. Kij' is equal to Aik Aji Kkl. ദിസ് ഈസ് എ ഡെഫിനിഷൻ ഓഫ് സെക്കൻഡ് റാങ്ക് ടെൻസർ. ഇപ്പോൾ നമുക്ക് കിട്ടിയത് നമ്മളൊരു ഇന്നർ പ്രൊഡക്റ്റ് എടുത്ത് സ്റ്റാർട്ട് ചെയ്തു. അവസാനം നമ്മളെടുത്ത Kij' എന്ന് പറയുന്നത് ഒരു ടെൻസർ ആണെന്ന് തെളിയിച്ചു. ഇനി നെക്സ്റ്റ് വൺ, സ്യൂഡോ ടെൻസർ. ടെൻസേഴ്സ് ആർ ഡിഫൈൻഡ് ബൈ കോർഡിനേറ്റ് ട്രാൻസ്ഫോർമേഷൻ അണ്ടർ റൊട്ടേഷൻ. ഇഫ് xi' ഈക്വൽ ടു Aij xj, Ai' is equal to Aij Aj. There are other type of transformation also. പ്രധാനമായിട്ട് രണ്ട് ടൈപ്പാണ് പറയുന്നത്, റിഫ്ലക്ഷൻ ആൻഡ് ഇൻവേർഷൻ. നമ്മൾ ട്രാൻസ്ഫോർമേഷൻ കോയിഫിഷ്യൻ്റ് എഴുതുന്നത് Aij ഈസ് ഈക്വൽ ടു മൈനസ് ഡെൽറ്റ Ij ആണ്. ആദ്യം ഇനി പറയാൻ പോകുന്നത് ഇൻവേർഷനെ കുറിച്ചാണ്. ഇഫ് ട്രാൻസ്ഫോർമേഷൻ ചേഞ്ചസ് റൈറ്റ് ഹാൻഡ് കോർഡിനേറ്റ് സിസ്റ്റം ഇൻ ടു ലെഫ്റ്റ് ഹാൻഡ് കോർഡിനേറ്റ് സിസ്റ്റം, ഇറ്റ് ഈസ് കോൾഡ് ഇൻവേർഷൻ. ഇതിനൊരു എക്സാമ്പിളാണ് xi ഈസ് ഈക്വൽ ടു മൈനസ് xi'. ഈ ഇൻവേർഷന് നമ്മൾ പാരിറ്റി ട്രാൻസ്ഫോർമേഷൻ എന്നുകൂടെ പറയും. വി ക്യാൻ ഡിഫൈൻ സ്യൂഡോ ടെൻസേഴ്സ് ഇൻ ടേംസ് ഓഫ് ഇൻവേർഷൻ ആൻഡ് ഓൾസോ ഇൻ ടേംസ് ഓഫ് റിഫ്ലക്ഷൻ. ദർ ആർ ടു ടൈപ്പ് ഓഫ് വെക്റ്റേഴ്സ് ഓർ ടെൻസേഴ്സ്. ദ ഫസ്റ്റ് വൺ ഈസ് പോളാർ വെക്റ്റേഴ്സ്, ദ സെക്കൻഡ് വൺ ഈസ് സ്യൂഡോ വെക്റ്റേഴ്സ്. ഹിയർ വി കൺസിഡർ എ വെക്റ്റർ R with components x1, x2, x3. If transform into r' is equal to x1', x2', x3', that is equal to minus x1, minus x2 and minus x3. ഈ ഫിഗറിൽ കാണിക്കുന്നത് പോലെയാണ് അതിൻ്റെ റെപ്രസെൻറ്റേഷൻ വരിക. R എന്ന് പറയുന്ന വെക്റ്റർ x1, x2 പ്ലെയിനിലായിരുന്നു. അത് ട്രാൻസ്ഫോർമേഷൻ സംഭവിച്ചിട്ട് x1', x3' എന്ന പ്ലെയിനിലോട്ട് മാറി. r' എന്ന് ട്രാൻസ്ഫോർമേഷൻ സംഭവിച്ചു. ദ പൊസിഷൻ വെക്റ്റർ ആർ ആൻഡ് ഓൾ ടൈപ്പ് ഓഫ് വെക്റ്റേഴ്സ് ഹൂസ് കമ്പോണൻസ് ട്രാൻസ്ഫോം ലൈക്ക് ദിസ് ഈസ് നോൺ ആസ് പോളാർ വെക്റ്റേഴ്സ് ആൻഡ് ഇറ്റ് ഹാവ് ഓഡ് പാരിറ്റി. ഫസ്റ്റ് നമ്മൾ പറഞ്ഞത് പോളാർ വെക്റ്റേഴ്സിനെ കുറിച്ചാണ്. ഇനി പറയാൻ പോകുന്നത് സ്യൂഡോ വെക്റ്റേഴ്സിനെ കുറിച്ചാണ്. അനദർ ടൈപ്പ് ഓഫ് വെക്റ്റേഴ്സ് ഡിഫൈൻഡ് ആസ് ക്രോസ് പ്രോഡക്റ്റ് ഓഫ് ടു polar vectors like C is equal to A cross B. This is called pseudo vectors. Pseudo vectors otherwise known as axial vectors. C is equal to A cross B. The components of C is written by C1 is equal to A2 B3 minus A3 B2. Its coordinate
changes under inversion are ai to minus ai dash. bi changes to minus bi dash. So c1 dash is equal to a2 dash b3 dash minus a3 dash b2 dash. Then become minus a2 into minus b3 minus of a3 into minus of b2. Then become a2 b3 minus a3 b2. That is equal to c1. The component of vector c does not transform like polar vectors under inversion. It is known as pseudo vectors or axial vectors. ഇവിടെ പോളാർ വെക്റ്ററിന് സംഭവിക്കുന്നത് പോലെ അണ്ടർ ഇൻവേർഷനിൽ ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുന്നില്ല. അതാണ് സ്യൂഡോ വെക്റ്ററും പോളാർ വെക്റ്ററും തമ്മിലുള്ള വ്യത്യാസം. ഇറ്റ് ഹാസ് ഈവൻ പാരിറ്റി. ഇതിനുള്ള എക്സാമ്പിൾസാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഒമേഗ എന്ന് പറയുന്നത് ആക്സിയൽ വെക്റ്ററും വിയും ആറും പോളാർ വെക്റ്ററുമാണ്. ഇതാണ് സ്യൂഡോ വെക്റ്ററിൻ്റെ റെപ്രസെൻറ്റേഷൻ വരുന്നത്. The distinction between polar vector and axial vector can also by reflection. A polar vector reflects in a mirror like real physical arrow. Here, in reflection, the coordinate axis remains fixed. The physical quantity reflected as in mirror in xy plane. For mirror in xy plane, py equal to minus py, p equal to px, py, pz. P dash is equal to px minus py, pz. For example, magnetic moment behave quite differently under reflection. Mu is produced due to circular motion of electric charge. Reflection reverses the sense of rotation of the charge. That is mu equal to mu x, mu y, mu z. ഇതാണ് representation. Mu is equal to mu x, mu y, mu z. Mu dash is equal to minus mu x, mu y minus mu z. From the above transformation, it is clear that we can not add an axial vector to polar vector. In a vector equation, A is equal to B if and only if both A and B are either polar vector or axial vectors. This can be generalized to the case of tensors also and pseudo tensors. Pseudo scalar transform as s dash is equal to determinant A into s. Pseudo vector transform ci dash is equal to determinant A into aij cj. aij dash is equal to determinant A aik ajl akl. In inversion, determinant A equal to determinant minus 1 0 0 0 minus 1 0 0 0 minus 1 equal to minus 1. For a reflection, determinant A equal to determinant minus 1 0 0 0 1 0 0 0 1, that is equal to minus 1. For all pure rotation, determinant A equal to plus 1. നെക്സ്റ്റ് ഇനി പറയാൻ പോകുന്നത് ലെവിസ് സിവിറ്റ സിമ്പിൾ. Levi civita symbol in 3-dimensional is epsilon I j k is defined by epsilon 1 2 3 equal to epsilon 2 3 1 equal to epsilon 3 1 2 is equal to 1. അതുപോലെ epsilon 1 3 2 is equal to epsilon 2 1 3 is equal to epsilon 3 2 1 is equal to minus 1. All other epsilon ijk equal to 0. Example, epsilon 2 2 2 is equal to 0, epsilon 3 3 3 is equal to 0. Epsilon ijk is antisymmetric with respect to all pairs of indices. Suppose now that we have a third rank pseudo tensor delta ijk, which one particular coordinate system is equal to epsilon ijk. Then delta ijk dash is equal to determinant A, AIP, AJQ, AKR, epsilon PQR. By definition of pseudo tensor, we can write A13, A2Q, A3R, epsilon PQR equal to determinant A. By direct expansion of the determinant, delta dash 1 2 3 is equal to determinant A square. That is equal to 1. That is equal to epsilon 1 2 3. Therefore, delta dash ijk is equal to epsilon ijk. Hence, epsilon ijk is a pseudo tensor. That is the conclusion.
Next, dual tensors. With any antisymmetric second rank tensor C in three-dimensional space, we may associate a dual pseudo-vector Ci defined by Ci equal to half epsilon ijk C jk. Here, the antisymmetric C may be written as C equal to matrix 0 C12 minus C31 minus C12 0 C23 C31 minus C230. Ci pseudo-vector transform as vector under rotation. It formed from double contraction of fifth rank pseudo-tensor epsilon ijk Cmn, but that it is really a pseudo-vector from pseudo-nature of epsilon ijk. The component of C given by C1, C2, C3 equal to C23, C31, C12. Cyclic order of the indices that come from the cyclic order of the components of epsilon ijk. The duality, that is C1, C2, C3 equal to C23, C31, C12. It means 3D vector product may literally be taken to be either a pseudo-vector or antisymmetric second rank tensor. Example: if we take three vectors A, B and C, we may define the direct product Vijk equal to Ai Bj Ck. The dual quantity is represented by V equal to 1 by 3 factorial epsilon ijk Vijk. Introducing the direct product of four vectors as fourth rank tensor with the components Hijkl equal to Aibjckdl. The dual quantity H is equal to 1 by 4 factorial epsilon ijkl Hijkl. Next one, irreducible tensors. Any general second rank tensor, Aij is reducible, which means that it can be decomposed into parts of lower tensor. A equal to Aii is a scalar quantity. That is, it is trace of A equal to A11 plus A22 plus A33. We know that if Amn equal to Anm, അതായത് സിമെട്രിക് ടെൻസറിൻ്റെ കണ്ടീഷൻ Amn equal to minus Anm, അതായത് ആൻറ്റിസിമെട്രിക് ടെൻസറിൻ്റെ കണ്ടീഷൻ. So the antisymmetric part of Aij is half Aij minus Aji, or Bij is equal to half Aij minus Aji. We studied that for any antisymmetric second rank tensor, they are associated with a dual pseudo-vector Bij equal to Ck, cyclic permutation of Ijk. By subtracting the scalar A and vector Ck from original tensor, we have an irreducible, symmetric, zero trace second rank tensor. Sij is Sij equal to Aij minus half Aij minus Aji minus 1 by 3 A delta Ij. Here Aij എന്ന് പറയുന്നത് ഒറിജിനൽ ടെൻസറാണ്. അതുപോലെ ഹാഫ് ഇൻറ്റു Aij മൈനസ് Aji എന്ന് പറയുന്നത് ആൻറ്റിസിമെട്രിക് പോർഷനാണ്. അതുപോലെ 1 by 3 A ഡെൽറ്റ Ij എന്ന് പറയുന്നത് ട്രേസ് പോർഷനാണ്. That is Sij equal to 1 by 2 into Aij plus Aji minus 1 by 3 A delta Ij. Sij equal to half into Aij plus Aji minus 1 by 3 A delta Ij. Sij is irreducible tensor. This is the conclusion of this.